ഇങ്ങനൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ഒരു ജീവിതത്തിലേക്ക് നടന്നു നീങ്ങണമെങ്കിൽ 10ൽ എത്ര A+ ഉണ്ടാകണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നെ സംബന്ധിച്ച് എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അന്നൊരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമാണ്. 10ൽ മാർക്കില്ല, +2ൽ മാർക്കില്ല, പിന്നെ ഈ പോട്ടൻ എന്താ ലോട്ടറി അടിച്ചോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതല്ല അതിനുള്ള ശരിക്കും ഉത്തരം. എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുക, പഠിത്തം വേണ്ട എന്നല്ല പറയുന്നത്, ഞാൻ പഠിച്ചിട്ടില്ല എന്നുമല്ല പറയുന്നത്. +2 കഴിഞ്ഞു, എൻജിനീയറിംഗ് കഴിഞ്ഞു, മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞു, PhD കഴിഞ്ഞു. ബട്ട് അതല്ല ശരിക്കുമുള്ള ജീവിതം എന്ന സ്റ്റോറിയാണ് ഇന്നത്തെ റിസൾട്ട് നോക്കിയിരിക്കുന്ന അല്ലെ റിസൾട്ട് വന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. പത്താം ക്ലാസ്സിൻ്റെയോ +2ൻ്റെയോ റിസൾട്ടിൽ നിങ്ങളുടെ മാർക്ക് ഒന്ന് കുറഞ്ഞു പോയി എന്ന് വെച്ച് ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലും തോറ്റവരല്ല. നിങ്ങളുടെ ചുറ്റിനും ആരെ എന്തൊക്കെ പറഞ്ഞു എന്ന് വെച്ചാലും ഒരൊറ്റ തീരുമാനം നിങ്ങൾ എടുക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് അവിടെ മാറ്റി മറയ്ക്കാൻ സാധിക്കും. നിങ്ങളിനി ഒരു 70 അല്ല 80% മാർക്ക് വാങ്ങിച്ചാലും അതല്ല 60% മാർക്ക് വാങ്ങിച്ചാലും നിങ്ങളുടെ ചുറ്റിലുമുള്ള കുറേ ആളുകളുണ്ട്. അവരെന്തായാലും നെഗറ്റിവിറ്റി മാത്രമേ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നെഗറ്റീവല്ലേ അവർ പറയുകയുള്ളൂ. 60 അല്ല 70 അല്ല 90 വാങ്ങിച്ചാലും അതിലൊരു കുറവ് കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് നിങ്ങളുടെ ഹാർഡ് വർക്കോ നിങ്ങളുടെ എബിലിറ്റിയോ ടാലൻറ്റോ ഒന്നുമല്ല അവർക്ക് നെഗറ്റീവ് പറയണം. ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ച് ഡിപ്രസ്ഡായി സൂയിസൈഡ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ സത്യം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് 10ൽ എത്ര A+ ഉണ്ടെന്ന് നാളെ വിജയിച്ച് നിൽക്കുമ്പോൾ ഒരാൾ ചോദിക്കാൻ പോകുന്നില്ല. +2ന് എത്ര മാർക്ക് ഉണ്ടെന്ന് ഒരാൾ ചോദിക്കാൻ പോകുന്നില്ല. ഇന്ന് എനിക്ക് 34 വയസ്സാണ്. 18 വർഷം മുമ്പ് കഴിഞ്ഞ ആ റിസൾട്ടിനെ കുറിച്ച് ജീവിതത്തിൽ വിജയിച്ചതിന് ശേഷം ഒരാളും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇനി ജീവിതം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം. കാരണം നാളെ മുതൽ പല പല സ്ഥലങ്ങളിലായിട്ട് +2ൻ്റെയും 10ൻ്റെയും ഒക്കെ റിസൾട്ടുകൾ വന്നു തുടങ്ങിയാണ്. ഈ റിസൾട്ട് വരുമ്പോൾ മാർക്ക് അല്പം കുറഞ്ഞു പോയെങ്കിൽ തന്നെത്താൻ കുറച്ചൊക്കെ കുറ്റം പറയാൻ കുഴപ്പമില്ല. പക്ഷേ അത് ചെന്ന് അവസാനിക്കേണ്ടത് പുതിയൊരു തീരുമാനത്തിലേക്കായിരിക്കണം, പുതിയൊരു ജീവിതത്തിലേക്കായിരിക്കണം. കാരണം നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, ജീവിതത്തിൽ വിജയിച്ച കുറേ പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ യേശുദാസിനെ പോലെ ഒരാളെ എടുത്തു നോക്കി, നിനക്ക് പാടാൻ കഴിവില്ല, നിന്റെ സൗണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞ് സ്കോളർഷിപ്പ് കൊടുക്കാതെ മടക്കി അയക്കപ്പെട്ടൊരു വ്യക്തി ഇന്ന് ലോകം അറിയപ്പെടുന്നത് ഗാനഗന്ധർവൻ എന്നാണ്. സ്കൂൾ ലെവൽ കംപ്ലീറ്റ് ചെയ്യാതെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊരു ദൈവം അല്ലേ ക്രിക്കറ്റിന്, അത് പലരും പറയും അത് ആ കാലത്തല്ലേ, ഇന്നത് പ്രാക്ടിക്കൽ അല്ലെന്ന്. അതിന്നും പ്രാക്ടിക്കലാണെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ട് സൂര്യവംശി ഇല്ലേ, 10 എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പം നിങ്ങൾക്ക് ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഹൈലി ടാലൻറ്റഡ് ആണെങ്കിൽ സ്കൂളോ സ്കോറോ തേങ്ങയോ മാങ്ങയോ ഒന്നും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഏക കാര്യം എന്താ, ഇതിന് ശേഷം വരുന്ന ഈ ജീവിതത്തിൻ്റെ വഴിയിൽ നിങ്ങൾ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇപ്പം മുതലേ പഠിക്കാനുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം. എടുത്തില്ല എങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ 10, +2, എൻജിനീയറിംഗ് അല്ലെ MBBS എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് നിങ്ങൾ സൈഡാവും. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ ലക്ഷറി കാറുകൾ വിൽക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കയറിയിട്ട് അവരുടെ ലാസ്റ്റ് ഒരു 10ഓ 100ഓ എത്ര ഡെലിവറി വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. എന്നിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക, അതിൽ എത്ര പേര് എംപ്ലോയി ആണ്. ഒരു 30% ആൾക്കാർ എംപ്ലോയീസ് ആണ്, ബട്ട് സ്പെസിഫിക് ഡോക്ടേഴ്സാണ്. ബാക്കി 70% ആൾക്കാരും ഓൺട്രപ്രണേഴ്സാണ്. എന്ന് വെച്ചാൽ ഈ A+ വാങ്ങിച്ച് ഡിഗ്രി കഴിഞ്ഞ് ഇരിക്കുന്ന ആളുകൾക്ക് ജോലി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ വളർന്ന കുറച്ച് ഓൺട്രപ്രണേഴ്സ്, അവരാണ് ഈ വാഹനങ്ങൾ ഒരു ടോയ് ആയി വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാർഗവുമല്ല, അടുത്ത വരാനിരിക്കുന്ന വഴികളെക്കുറിച്ച് ഇന്ന് വായിച്ചു തുടങ്ങണം. യൂസഫ് അലി സാർ 34-ാം വയസ്സിലാണ് ബിസിനസ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം ആരാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ലുലു മോളിൽ പോകാത്ത ആളുകൾ ചുരുക്കമായിരിക്കും നമ്മുടെ കേരളത്തിൽ. അപ്പോൾ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10-18 വർഷം ജംപ് സ്റ്റാർട്ട് കിട്ടുകയാണ്. എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ 26-ാമത്തെ വയസ്സിലൊരു ജേർണി സ്റ്റാർട്ട് ചെയ്ത ഒരു തീരുമാനം, അത് മുന്നോട്ട് പുഷ് ചെയ്തിട്ട് ഇന്ന് ഓൾമോസ്റ്റ് 9 വർഷം കഴിഞ്ഞു. ഈ 9 വർഷത്തിനിടയിൽ വന്ന മാറ്റങ്ങൾ എന്തെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 18 വർഷം കൂടുതലുണ്ട്.
ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുത്ത് ഇന്ന് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ 18 വർഷം ഉണ്ടല്ലോ, ഇന്നത്തെ എൻ്റെ പ്രായം വരുമ്പോൾ നിങ്ങൾ യൂസഫ് അലി സാറിൻ്റെ ലെവലിലേക്ക് വളരും. അത്രയും ഡെഡിക്കേറ്റഡായി ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അപ്പോൾ നിങ്ങളെല്ലാവരും ഫസ്റ്റ് ചിന്തിക്കുന്ന ഒരു വലിയ ഡൗട്ടുണ്ട്, ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ആദ്യം വരുന്ന ചോദ്യം, അപ്പോൾ ഈ 10ൽ 10 A+ വാങ്ങിച്ച ആളുകൾ, +2ൽ 600 വാങ്ങിച്ച ആളുകൾ, അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലേ, അവർക്ക് ബുദ്ധിയില്ലേ എന്ന ലെവൽ ഓഫ് ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകും. അങ്ങനെ പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത്, യെസ് അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിരുന്നു, യെസ് അവർ ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേ അവർക്ക് കൊടുത്ത സെറ്റ് ഓഫ് ഡേറ്റ ടു വർക്ക് വിത്ത്, ടു സ്റ്റാർട്ട് വിത്ത്, അത് തെറ്റായിരുന്നു. അതുകൊണ്ടാണ് അവരൊക്കെ ഇന്നൊരു ആവറേജ് സാലറിയിൽ എൻഡ് അപ്പ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ ആ A+ ഹോൾഡേഴ്സിന് കിട്ടുന്ന സാലറി അത് കഷ്ടിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു മിഡിൽ ക്ലാസ് ലൈഫ് മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഇത് പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ ചോദിക്കുക എന്താ, 10 വേണ്ട 12 വേണ്ട, ഇവൻ പഠിക്കാത്തത് കൊണ്ടായിരിക്കാം, ഇവൻ ലക്കിയായി എവിടെയോ ഒന്ന് ക്ലിക്കായത് കൊണ്ടാണ് ഇവനിത് പറയുന്നതെന്ന്. അല്ല, 10 കഴിഞ്ഞു, +2 കഴിഞ്ഞു, എൻജിനീയറിംഗ് കഴിഞ്ഞു, ബട്ട് ദാറ്റ് ഡിഡ്ന്റ് ചേഞ്ച് മൈ ലൈഫ്. അതിനുശേഷം ഒരു മാസ്റ്റേഴ്സ് എടുത്തു, UK പോയിട്ട്, ദാറ്റ് ഡിഡ്ന്റ് ചേഞ്ച് മൈ ലൈഫ്. അത് കഴിഞ്ഞ് PhD എടുത്തു, ദാറ്റ് ഡിഡ് നോട്ട് ചേഞ്ച് മൈ ലൈഫ്. എന്ന് വെച്ചാൽ പഠിക്കാവുന്നതിൻ്റെ പരമാവധി പഠിച്ചിട്ടും ഒരു എംപ്ലോയി ആവാൻ, മാസം ചെറിയ ശമ്പളം കിട്ടി അതിൽ ഇൻകം ടാക്സ് അടച്ച് മിഡിൽ ക്ലാസ് ആയി ജീവിക്കാനുള്ള ഒരു വഴി മാത്രമായിരുന്നു അത്. അതാണോ നിങ്ങൾക്ക് ആവശ്യം? എനിക്കതല്ലായിരുന്നു ആവശ്യം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, നല്ല വീട്, കുറേ വാഹനങ്ങൾ, കുറേ വാച്ചുകൾ. ഈ ആഗ്രഹങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആ ഇൻകം ഒരിക്കലും തികയില്ല. അപ്പോൾ 10 +2 എഞ്ചിനീയറിംഗ് വാട്ട് എവർ നിങ്ങൾക്ക് കിട്ടുന്ന ആ റിസൾട്ടുകൾ അതവിടെ ഒരു സൈഡിൽ വെച്ച് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കുള്ള കഴിവോ നിങ്ങളുടെ ഹാബിറ്റ്സിനെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ആ പയ്യനെ കുറിച്ച് ചിന്തിച്ച് നോക്കി. 15 വയസ്സിൽ ലോകത്തെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളോടൊപ്പം കളിക്കുന്നു എന്നത് മാത്രമല്ല, ലോകം മുഴുവൻ അത് കാണുന്നു എന്നുകൂടെയുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിൽ അവൻ്റെ പാരൻസ് എടുത്ത കുറേ ഡിസിഷനുണ്ട്. വീടിൻ്റെ സ്ഥലം വിൽക്കുക, ആ പയ്യനെ ട്രെയിനിങ്ങിന് വേണ്ടി ആ പ്രായം മുതൽ അയക്കുക, അതൊരു ബിഗ് ഡിസിഷനാണ്. സിറ്റി തന്നെ മാറി മറ്റൊരു സിറ്റിയിലേക്ക് എത്തിച്ച് ട്രെയിനിങ്ങിന്, കോച്ചിങ്ങിന് വിടുക. ആ പാരൻസ് എടുത്ത ആ ഡെഡിക്കേഷൻ്റെ റിസൾട്ടാണ് ഇന്നത്തെ ആ പയ്യൻ. വേറാസ് മെജോറിറ്റി ഓഫ് ആൾക്കാർ, നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന പ്രായത്തിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ കളിക്കുന്ന പോലെ ആയിരിക്കും. ഓർമ്മയുണ്ടോ? ആ സ്റ്റോറിയിൽ ക്ലിയറായിട്ട് അവർ പറയുന്നു, റൊണാൾഡോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഫുട്ബോൾ ആയിരുന്നു താല്പര്യം. അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് പറയും, ആ ബാക്കിയുള്ള A+ ഇരിക്കുമ്പോൾ അവർ നല്ല ജീവിതം ജീവിക്കുമ്പോൾ നീ ഫുട്ബോളും തട്ടി നടക്കുകയുള്ളൂ എന്ന്. ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. സോ ഐഡിയ ഈസ് വെരി ഈസി ആൻഡ് ക്ലിയർ. നിങ്ങൾക്കൊരു ടാലൻ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ ഇന്നത്തെ ഈ മാർക്ക് ലിസ്റ്റ് അത് നോക്കിയിരുന്ന് ഡിപ്രസ്ഡ് ആയിരിക്കേണ്ടതിനോ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കേണ്ടതോ ഒരു കാര്യവുമില്ല. ഇന്നത്തെ ഈ ഫെയിലിയർ നിങ്ങൾ ഓവർകം ചെയ്യുന്നത് ഒരു പ്യുവർ ഡിസിഷനോട് കൂടെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ കാറ്റഗറിയിലേക്ക് വരും. പക്ഷേ അവിടെ നിങ്ങൾ എത്തണമെങ്കിൽ ചിന്തിക്കേണ്ട കാര്യം, ഇന്നൊരു തീരുമാനം എടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ആ എടുക്കുന്ന തീരുമാനം പ്രാവർത്തികമായി എല്ലാ ദിവസവും, നമ്മൾ പറയില്ലേ സിനിമ ഡയലോഗൊക്കെ പറയുന്ന പോലെ, അത് ചന്ദനത്തിൽ ചാലിച്ച് ഡെയിലി തൊട്ടുവെന്ന്, ആ രീതിയിൽ ആ ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റണം. പറ്റിയില്ല എങ്കിൽ യു വിൽ മിസ് എവറിത്തിങ്. കാരണം ഒരു ഗോൾ വേണമെന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിന് മൈൽ സ്റ്റോൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മൈൽ സ്റ്റോണും നിങ്ങൾ കടന്നു പോകുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, ഇത് മൂന്നും അവിടെ വരണം. ആ മൈൻഡ് സെറ്റിന് മാത്രമേ നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ, ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് വാതിലുകൾ തുറന്നു തരാൻ, ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ.